ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്ലീവ് വരയ്ക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കർവ് പോർഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഇതുപോലെ ഒരു ലൈന് വരയ്ക്കണം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത്, നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്തിട്ട് വേണം ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. ലെങ്ത്ത് എപ്പോഴും അടയാളപ്പെടുത്തുമ്പോൾ ഫോൾഡ് സൈഡിൽ വേണം അടയാളപ്പെടുത്താൻ. തുണി 4ആക്കി മടക്കിയതിന് ശേഷം മാത്രമേ തുണിയുടെ നീളമൊക്കെ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. തുണി 4ആക്കി മടക്കിയതിന് ശേഷം തുണിയുടെ മടക്ക് വശം വരുന്നിടത്ത് വേണം തുണിയുടെ നീളം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. താഴെ ഇതുപോലെ ഒരു വര വരയ്ക്കണം. നമ്മൾ സ്ലീവ് വരയ്ക്കുമ്പോൾ ഒരു ബോക്സ് പോലെ ആക്കിയാണല്ലോ വരയ്ക്കാറ്. അപ്പോൾ താഴെ ഒരു വര വരയ്ക്കണം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ വൺ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴെ ഇതുപോലെ ഒരു വര വരയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോളുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ആ ഭാഗമാണിത്. അപ്പോൾ ഇവിടുത്തെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ചെസ്റ്റ് എത്രയാണോ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് ആ കിട്ടുന്ന സംഖ്യേനെ 1 കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് കിട്ടും. എനിക്ക് ചെസ്റ്റ് റൗണ്ട് വരുന്നത് 30 ഇഞ്ചാണ്. 30ന് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ 6.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ കൂടെ സീം അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. സീം അലവൻസ് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ സീം അലവൻസ് എടുത്തത് 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയെടുക്കണം. അഥവാ 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്ത് 2 ഇഞ്ചാണ്. എനിക്കപ്പോൾ മൊത്തം 8.5 ഇഞ്ച് കിട്ടും. ഈ പൊസിഷനിൽ നമുക്ക് 8.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തണം. ഈ അടയാളപ്പെടുത്തുന്ന മൂന്നാമത്തത് ക്യാപ്പ് ഹൈറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ചെസ്റ്റ് ബൈ 12 + 1 ഇഞ്ചാണ്. അപ്പോൾ നേരത്തെ പോലെ ചെസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അളവും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. എനിക്കിവിടെ ചെസ്റ്റ് വരുന്നത് 30 ഇഞ്ചാണ്. 30നെ 12ൽ 1 എന്ന് പറയുമ്പോൾ 2.5 ഇഞ്ചാണ്. അപ്പോൾ 2.5ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ 3.5 കിട്ടും. അപ്പോൾ എനിക്കിവിടെ ക്യാപ്പ് ഹൈറ്റ് വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ അളവ് രണ്ടാമത്തെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എത്രയാണോ അളവ് കിട്ടിയത് അതിൻ്റെ എൻഡിൽ നിന്നും മേലെ കോർണറിലേക്ക് ലൈൻ വരയ്ക്കണം. ഈ ലൈൻ വരച്ചല്ലോ, ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് വേണം ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അതിന് ശേഷം ഈ രണ്ടാമത്തെ മിഡ് പോയിൻറ്റും കണ്ടുപിടിക്കണം. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മിഡ് പോയിൻറ്റിന് മേലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിന് ശേഷം മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ച് അപ്പുറത്തെ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇനി ഈ 3 പോയിൻറ്റും കൂടെ കണക്റ്റ് ആവുന്ന രീതിയിൽ വേണം നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കാൻ. ആദ്യത്തെ മിഡ് പോയിൻറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ മിഡ് പോയിൻറ്റും മേളത്തെ വശവും കൂടെ വരുന്ന രീതിയിൽ മുട്ടിച്ച് വേണം ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ 3 ഭാഗം കൂടെ ടച്ച് ചെയ്തിട്ട് വേണം ഫ്രഞ്ച് കർവ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത് മാർക്ക് ചെയ്ത മിഡ് പോയിൻറ്റും 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഇത് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കണം. ബോക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ വരച്ചത് നമ്മൾ ബാക്ക് സ്ലീവാണ്. ബാക്ക് സ്ലീവിന് അധികം കുഴിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഫ്രണ്ട് സ്ലീവും കൂടെ വരച്ച് കാണിച്ചു തരാം. ആദ്യം അടയാളപ്പെടുത്തിയ മിഡ് പോയിൻറ്റും കൂടെ ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അതിനുശേഷം കിട്ടിയ മിഡ് പോയിൻറ്റിൽ നിന്ന് മേലേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇത് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരച്ചെടുക്കാം. നേരത്തെ വരച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ അടയാളപ്പെടുത്തിയ മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, മിഡ് പോയിൻറ്റിൽ നിന്ന് മേലേക്ക് അടയാളപ്പെടുത്തിയ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, 1/2 ഇഞ്ചിൻ്റെ മേലെ വെച്ചിട്ട് താഴത്തെ മിഡ് പോയിൻറ്റിലേക്ക് ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തിയ മിഡ് പോയിൻറ്റിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഫ്രഞ്ച് കർവ് എപ്പോഴും ഈ 3 പോയിൻറ്റിൽ എപ്പോഴും മുട്ടിയിരിക്കണത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, മറക്കരുത്. ഈ പോയിൻറ്റിൽ നിന്നും മറ്റേ പോയിൻറ്റിലേക്ക് ഇതുപോലെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കുഴിച്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ കുഴിച്ചാണ് കിട്ടേണ്ടത്. ബാക്കിൽ കുറച്ച് കയറിയിട്ടും ഫ്രണ്ട് കുഴിഞ്ഞിട്ടാണ് എപ്പോഴും കിട്ടേണ്ടത്. ഫ്രണ്ട് മാത്രം കുഴിച്ച് വെട്ടിയാൽ മതി, ബാക്ക് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നത്
നമ്മൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ചുളിഞ്ഞ് നിൽക്കുമല്ലോ കൈക്കുഴിയുടെ അവിടെ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രമേ കുഴിച്ച് വെട്ടുന്നത്. കുഴിച്ച് വെട്ടുമ്പോൾ അത്ര വൃത്തികേടായി ചുളുങ്ങിയൊന്നും നിൽക്കില്ല. ഇനി നമുക്കടുത്തത് താഴത്തെ ബോട്ടം അടയാളപ്പെടുത്താം. നമ്മുടെ കൈവണ്ണം അടയാളപ്പെടുത്താം. നിങ്ങളുടെ കൈവണ്ണം എത്രയാണോ അത് അടയാളപ്പെടുത്തണം. അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് വേണം കൈവണ്ണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. എത്രയാണോ ബോഡി പാർട്ടിൽ സീം അലവൻസ് ഇട്ടത് അത് തന്നെ ഈ സ്ലീവിലും കൂടെ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് സ്ലീവ് വരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ അളവൊക്കെ വെച്ച് ഒന്ന് വരച്ച് നോക്കണം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.